നിങ്ങൾക്ക് ഒരു രൂപ പോലും ആക്ച്വൽ ഇൻകമോ പ്രോഫിറ്റോ ഇല്ലെങ്കിലും ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വന്നാലോ? നിങ്ങൾക്ക് ആക്ച്വലി ലോസ് ഉണ്ടാകുന്നു. ഈ ലോസിന് പുറമെ നിങ്ങൾ അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇൻകം ടാക്സിൽ ഉണ്ടാവാറുണ്ട്. നമ്മൾ ഈ ബിറ്റ് കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രേഡിൽ നിന്നുണ്ടാകുന്ന ലോസിനെ മറ്റൊരു ട്രേഡിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇതിന് ടാക്സ് അടയ്ക്കുന്ന സമയത്ത് ലോസ് ഉണ്ടായ ട്രേഡിനെ മാറ്റി നിർത്തിയിട്ട് പ്രോഫിറ്റ് ഉള്ള ട്രേഡർക്കെല്ലാം ടാക്സ് അടയ്ക്കുന്നതായിട്ട് വരും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സപ്പോസ് ഈ ഒരു സാമ്പത്തിക വർഷം ഞാൻ എ എന്ന് പറഞ്ഞ ക്രിപ്റ്റോ ഒരു 5 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നു. പിന്നീട് അത് 9 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ എനിക്ക് അവിടെ 4 ലക്ഷം രൂപ പ്രോഫിറ്റ് ജനറേറ്റ് ആയി. ദെൻ ഞാൻ ബി എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ 9 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുകയും പിന്നീട് എൻ്റെ വാല്യൂ കുറയുകയും അത് ഞാൻ ഒരു 4 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ട്രേഡിൽ എനിക്ക് 5 ലക്ഷം ലോസും വന്നു. നെറ്റ് എഫക്ട് എനിക്ക് 1 lakh rupees ലോസ് ആണ് ക്രിപ്റ്റോ വഴി ഉണ്ടായിരിക്കും കൊല്ലം. പക്ഷേ നമ്മളിതിൻ്റെ ടാക്സേഷനിലേക്ക് പോകുന്ന സമയത്ത് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു ലോസും പ്രോഫിറ്റും തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ല എന്ന്. അങ്ങനെ വരുമ്പോൾ 5 ലക്ഷം രൂപ ലോസ് നമ്മൾ പൂർണ്ണമായിട്ട് മറന്നിട്ട് 4 ലക്ഷം രൂപ പ്രോഫിറ്റിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ക്രിപ്റ്റോയ്ക്ക് ഇന്ത്യയിൽ 30% ടാക്സ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ 4 ലക്ഷം രൂപ പ്രോഫിറ്റിന് 30% ടാക്സ് ഗവൺമെന്റ് അടയ്ക്കേണ്ടി വരും. അതായത് 1,20,000 പ്ലസ് സെസ്സും ഗവൺമെന്റ് അടയ്ക്കേണ്ടതായിട്ട് വരും. നെറ്റ് എഫക്ട് പറയുമ്പോൾ എനിക്കുണ്ടായ ആക്ച്വൽ 1 lakh rupees ലോസും ഈ ലോസിന് മുകളിൽ അടയ്ക്കേണ്ടി വരുന്ന 1,20,000 രൂപ ടാക്സ് ഉൾപ്പെടെ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എനിക്ക് ടോട്ടൽ ലോസ് വരുന്നു. ഇത് മാത്രമല്ല, ഞാനിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഷെയർസ് മേടിക്കുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന എക്സ്പെൻസുകൾ, അതായത് ബ്രോക്കറേജസ്, അഡീഷണൽ ഉണ്ടാകുന്ന ടാക്സസ്, ഇതെല്ലാം എനിക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കുന്നുണ്ട്. എന്നാൽ ക്രിപ്റ്റോയുടെ കേസ് വരുന്ന സമയത്ത് ആക്ച്വൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് അല്ലാതെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു എക്സ്പെൻസുകളും ഇൻകം ടാക്സ് അലവ് ചെയ്യുന്നുമില്ല. ഇതേപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യാം.